കുഞ്ഞിച്ചോ മിനാസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 4 എപ്പിസോഡ് 15 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴത്തെ ഒരു ഹൈ ബട്ടൺ ഉണ്ടല്ലോ അതും കൂടെ നമസ്താൻ മറക്കണ്ട കേട്ടോ. കാര്യം നമ്മുടെ പേജ് ഏകദേശം 50,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്താവുന്നതാണ്. സോ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമുക്ക് നമ്മുടെ ടാക്കിനെയാണ് കാണാൻ സാധിക്കുന്നത്. അവനായിട്ട് ചാടി ഒരു പഞ്ച് ചെയ്യാനായിട്ട് വരുവാണ്. അവനായിട്ട് ഓവർ എക്സ്റ്റൻഡ് ആണ് ആ പഞ്ച്. അതെനിക്ക് താഴ്ചയൊക്കെ കുനിഞ്ഞ് മാറാമെന്ന് പറയാൻ നേരത്ത് ആർത്തർ ആ പഞ്ച് വരാൻ നേരത്ത് തന്നെ താഴ്ചയൊക്കെ കുനിഞ്ഞ് മാറുന്നുണ്ട്. ഈ സമയത്ത് മറ്റൊരു പെങ്കൊച്ച് അവനെ ചാടി ഒരു കിക്ക് ചെയ്യാനായിട്ട് വരും. അവളുടെ കിക്ക് ടു ഹൈ ആണ്, അത് മാത്രമല്ല ഓഫ് ബാലൻസിലുമാണ്. അതെനിക്ക് യൂസ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ആർത്തർ നേരെ കുനിഞ്ഞ് അവളുടെ കാൽ കയറി പിടിക്കും. എന്നിട്ട് അവളെ എടുത്ത് ദൂരത്തേക്ക് എറിയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ മറ്റൊരുത്തരും അവൾക്ക് ഓടി ആർത്തറിനെ പഞ്ച് ചെയ്യാനായിട്ട് വരും. അവനൊരു ലെഫ്റ്റ് ഹുക്കാണ് യൂസ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ കംപ്ലീറ്റ്ലി പ്രീ മെച്യൂറാണ്. പതുക്കെ കുനിഞ്ഞ് സൈഡിലേക്ക് മാറിയുമെന്ന് പറയുന്ന നേരത്ത് ആർത്തർ ആ ഒരു അറ്റാക്ക് കംപ്ലീറ്റ്ലി ഡോഡ് ചെയ്ത് ബാക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് രണ്ടുപേര് സൈമൾട്ടേനിയസ്ലി ആർത്തറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. ഒരു സ്ട്രൈക്ക് എൻ്റെ ഫേസിൽ, മറ്റേത് എൻ്റെ റിപ്സിലുമാണ് വരുന്നത്. രണ്ട് അറ്റാക്കും മോർ കോർഡിനേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് അവനായിട്ട് അത് ഡോഡ് ചെയ്ത് ബാക്കിലേക്ക് വരും. അതിൻ്റെ ഒരു പോയിന്റിൽ എത്താൻ നേരത്ത് അവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. ഇത് ഒരാളെ ബ്ലോക്ക് ചെയ്ത് ഒരാളെ കിക്ക് ഡോഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ആർത്തർ ഒരെണ്ണം ബ്ലോക്ക് ചെയ്ത് ഒരെണ്ണം ഡോഡ് ചെയ്ത് താഴത്തേക്ക് കുനിയുന്നുണ്ട്. എന്നിട്ട് ഫോഴ്സ് യൂസ് ചെയ്ത് ബാക്കിലേക്ക് മാറി അവർക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് പൊസിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആർത്തർ നേരെ ബാക്കിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ അവരെല്ലാവരും ഒരുമിച്ച് ആർത്തറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നപ്പോഴാണ് മതി, കോപ്പ് ജസ്റ്റ് മിസ്, മാസ്റ്റർ എന്തുവാണ് കാണിച്ചത്, ഒരു മീറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവനെ കിട്ടിയെന്നാ മതി. നിങ്ങൾ 4 പേരും അവൻ ഒരാളുമാണ്, എന്നിട്ട് നിങ്ങൾ ആർത്തറിന് മേലെ പറയുവാണോ? ആർത്തർ നിനക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഞാൻ കംപ്ലീറ്റ്ലി ബെറ്റർ ആണ്. ഏകദേശം 4 മാസത്തോളം ഔട്ടർ വേൾഡിൽ കഴിഞ്ഞിരിക്കുന്നു. അതിനർത്ഥം ആ ഓർബിന്റെ സഹായത്തോടു കൂടി ഞാൻ ഏകദേശം 4 വർഷത്തോളം ഇവിടെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ബോഡി ബേർലി ഒന്ന് ഏജ് ആയിട്ട് പോലുമില്ല. പക്ഷേ ഞാൻ സൈക്കോളജിക്കലി ഏജ് ആകുകയും അത് മാത്രമല്ല മസിൽ മെമ്മറി, കോർ ലെവൽസും എല്ലാം എനിക്ക് നന്നായിട്ട് കൂട്ടാൻ സാധിച്ചിട്ടുണ്ട് കോറിയുടെ സഹായത്തോടു കൂടി. എൻ്റെ 14ാമത്തെ ബർത്ത്ഡേ റീസെൻ്റ്ലിയാണ് കഴിഞ്ഞത്. പക്ഷേ അത് വെച്ച് നോക്കാത്ത ഞാൻ വീണ്ടും പ്രായം മുന്നോട്ട് കൂടുകയാണ്. ഈ സമയത്ത് തന്നെ ആർത്തറിൻ്റെ അടുത്തേക്ക് വരുന്ന ഓരോ അറ്റാക്സും അവൻ കംപ്ലീറ്റ്ലി ഡോഡ് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും കൂടെ അവിടെ കിടക്കുന്നതാണ്. കോഡ്രി എന്നെ മാന റിഫൈൻ ചെയ്യാനും കോമ്പാക്റ്റ്ലി സഹായിക്കുന്ന പല പല ടെക്നിക്സും എന്നെ പഠിപ്പിച്ചു തന്നു. പക്ഷേ അവൻ പുതിയതായിട്ട് ഒന്നും തന്നെ പഠിപ്പിച്ചില്ലായിരുന്നു. കാര്യം മനുഷ്യരും ആശ്വാസം തമ്മിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടല്ലോ. അവൻ്റെ ക്ലാനിലെ മാന ആർട്സ് ഒന്നും എന്നെ പഠിപ്പിച്ചു തരാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ആ ക്ലാനിലെ ഒരു മെമ്പറിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കോർലിനെ ഞാൻ അധികം ഒന്നും വിശ്വസിച്ചിരുന്നില്ല. എങ്കിലും അവനിൽ നിന്ന് കിട്ടാവുന്ന എല്ലാം തന്നെ ഞാൻ പഠിച്ചെടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന വിഷ്ണു അവിടേക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാവരും പുറത്ത് നിൽപ്പുണ്ട്. ഈ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ ട്രെയിൻ ചെയ്തിട്ട് ഒത്തിരി സഹായിച്ചു, താങ്ക്സ്. പക്ഷേ അവർ 4 പേരും അത് വലിയ മൈൻഡ് ആക്കില്ല. കാര്യം അവരുടെ മുതലുള്ള ദേഷ്യം ആർത്തറിനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മാസ്റ്റർ കോഡ്രി, ഇത്ര നാളെ ട്രെയിൻ ചെയ്തില്ലേ, റിയലി താങ്ക്സ്. അങ്ങനെ പറയല്ലേ, അത് എനിക്കായിരുന്നു ഒരു ട്രീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അല്ല, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ട്രെയിനിങ് അതെപ്പോഴാണ്? ആ ടൈമിൽ അവർ രണ്ടുപേരും ഒന്നും മിണ്ടത്തില്ല. അല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആർത്തർ, നിന്റെ ട്രെയിനിങ് ഉടനെ തന്നെ തുടങ്ങും. പക്ഷേ ഒരു കാര്യം. പക്ഷേ എന്ത്? അല്ല, നീ ഇതുവരെ ഒന്നും മാറിയിട്ടില്ല. മാറിയിട്ടില്ലെന്നോ? എൻ്റെ മാനക്കൂർ നന്നായിട്ട് അഡ്വാൻസ്ഡ് ആയി. അതുമാത്രമല്ല ഒരു ലൈറ്റ് യെല്ലോ കോറിലേക്ക് എത്തി. ഞാൻ ഓൾമോസ്റ്റ് ഫുൾ സ്റ്റേജിൽ കൂടിയാണ്. പിന്നെ മാറിയിട്ടില്ലെന്നോ? എടാ, ഈ ഏത്തർ ഓർബിൻ്റെ അകത്ത് ട്രെയിൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നല്ല ബെനിഫിഷ്യലാണ്. പക്ഷേ അത് ചിൽഡ്രൻ്റെ മേത്ത് യൂസ് ചെയ്യുന്നത് അത് സത്യം പറഞ്ഞാൽ ഫോർബിഡൻ ആണ്. കാര്യം അവരുടെ മെച്യൂരിറ്റി നന്നായിട്ട് അതിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ടൈം കഴിയുന്നിടത്ത് നിങ്ങൾ നന്നായിട്ട് പ്രോഗ്രസ് ആകുന്നുണ്ടെങ്കിലും പുറത്ത് സമയം അതുപോലെയല്ല. അതുകൊണ്ട് തന്നെ ലോർഡ് ഇന്ദ്രയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് നിൻ്റെ മേത്ത് യൂസ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെസിറ്റേറ്റ് ചെയ്തിരുന്നു. കാര്യം ഈ വാറുള്ള കാരണം ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ടാണ് നിൻ്റെ മേത്ത് അത് യൂസ് ചെയ്തത് തന്നെ. പക്ഷേ നീ എത്രയൊക്കെ ട്രെയിൻ ചെയ്തിട്ടും നിന്റെ മെൻറ്റാലിറ്റി ഇതുവരെ ചേഞ്ച് ആയിട്ടില്ല. നീ 3 വർഷത്തിന് മുമ്പ് എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നിനക്ക് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾ കാണിക്കുന്ന പോലെ മെൻറ്റാലിറ്റി ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും തന്നെ മാറിയിട്ടില്ല. അതിൻ്റെ ഒരു ഇതല്ലേ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. എൻ്റെ ഹോൾ ലൈഫ് അങ്ങനെ തന്നെയായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഞാനവിടെ പ്രൊഫസറായതും ഈ ഒരു കാര്യം കൊണ്ടൊക്കെ തന്നെയല്ലേ. അതുമാത്രമല്ല എല്ലാവരും എന്നോട് പറയാറുണ്ട്. പക്ഷേ ഈ ട്രെയിനിങ് നമുക്ക് എന്തായാലും ഇവിടെ നിർത്തേണ്ട സമയമായിട്ടുണ്ട്. കോഡ്രി, എന്തായാലും റിയലി താങ്ക്സ്. ആശ്വാസിൻ്റെ ഇടയിൽ തന്നെ ഈ ക്ലോസ് കോമ്പാക്റ്റ് നിന്നെക്കെട്ട് നന്നായിട്ട് ആർക്കും ഇനി പറഞ്ഞു കൊടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു. അങ്ങനെ പറയണ്ട. ആർത്തർ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല അവനും ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ആർത്തർ, നീ ഒരു കാര്യം ഓർത്തോ, ആലക്കറിയിലെ മേറ്റ്സ് എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കുന്നത് ഗൈഡ് ചെയ്യുന്നതും എല്ലാം ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാൻ ആർട്ടൊക്കെ അവർ പഠിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിക്കാത്ത
നിലവിൽ വെച്ച് നോക്കാൻ നേരത്ത് അവരുടെ മാനായിട്ട് ശരിക്കും അഡ്വാൻസ്ഡ് ആയിരിക്കും. സോ ആ കാര്യങ്ങൾ നിന്റെ മനസ്സിൽ വെച്ചേക്കണം. നീ പഠിക്കുന്നതും നീ ഫൈറ്റ് ചെയ്യുന്നതനുസരിച്ച് മാത്രമേ ഈ വാറിൻ്റെ അവസാനം നമുക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവരെല്ലാവരും അവിടുന്ന് പോകുന്നതാണ്. ഈ സമയത്ത് തന്നെ വിസ്റ്റമാട്ടെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു പേപ്പർ ആർത്തറിന് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് വായിച്ച ആർത്തർ ശരിക്കും ഞെട്ടി. പിന്നെ അവർ മുന്നിലേക്ക് നടക്കുവാണ്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, സോ ഈ ഇൻഫർമേഷൻ വെച്ച് ഡയറക്ടർ സിന്ധ്യനെ ഗുഡ്സ്കയെ പറയുന്നത് 4 സൈറ്റ് ഉണ്ടെന്നല്ലേ. സോ അവർ 4 പേരും എൻ്റെ ടാർഗറ്റ് ആയിരിക്കുമോ? ആ ലെറ്റർ വെച്ച് നോക്കാൻ നേരത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ആ 4 സൈറ്റിന് ഓരോ റിട്ടേണേഴ്സ് വെച്ചുണ്ട്. സോ അവരായിരിക്കും അവരെ പേഴ്സണലി ഐഡ് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്, സബോർഡിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഒരു ലാൻസിനെ തന്നെ ഡിഫീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അവർക്ക് 4 പേർക്കും ഉണ്ട്. അത് മാത്രമല്ല അവർ 4 പേരെക്കാട്ടും ലെവലിലുള്ള കുറച്ചധികം ആൾക്കാരും അവരുടെ കൂടെ കാണും. ആ ലാൻസിനെ കൊന്ന ഡഞ്ചനിൽ നിന്ന് കിട്ടിയ ആ ഒരു ഫ്രാഗ്മെന്റ് വെച്ചുകൊണ്ട് ആ ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല ഗുഡ്സ്കൈ ഒരു കാര്യം കൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്, അത് ഒരു പ്രൈം ബ്ലഡറിലുള്ള റിട്ടൈനർ ലെവലിൻ്റെ ആണെന്ന്. അല്ല, അപ്പം ഡയറക്ടർ ഗുഡ്സ്കൈ പറയുന്നത് ഒരു സൈത്ത് അല്ലല്ലേ ആ ലാൻസ് ആലിയനെ കൊന്നത്, ഒരു റിട്ടൈനർ ആണല്ലേ. സോ ഈ വാർ ഞാൻ ഉദ്ദേശിക്കുന്നതിൽ മുകളിലേക്ക് ചെല്ലുവാണ്. 2 കോണ്ടിനെൻറ്റ്സ് തമ്മിൽ മില്യൺസ് ഓഫ് സോൾജേഴ്സുമായിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡിക്കാൻ തന്നെ ഇപ്പം എൻ്റെ ഫാമിലി സേഫാണ്. പക്ഷേ എത്ര നാൾ വരെ കോപ്പ്? എന്തായാലും ഇപ്പം എനിക്ക് സോളിലുള്ള ഒരു ഗോളുണ്ട്. അതുമാത്രമല്ല എത്ര എനിമീസിനെ നേരിടണമെന്നും എനിക്ക് ഏകദേശം ഒരു കാര്യം അറിയാം. എന്തായാലും ഈ ടാർഗറ്റ് അത് ഞാൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോവാണ്. ആർത്തർ, ഇവിടെ വെച്ചായിരിക്കും നിന്റെ അടുത്ത ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ നിനക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഐറ്റം ബാഗിലുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രമല്ല എനിക്ക് എക്സ്റ്റേണൽ ആർട്സ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു മിഷൻ നിനക്ക് എന്താണെന്ന് അറിയാം. ദി പ്ലെറ്റ് ഓഫ് എ റാപ്റ്റർ സ്ക്വറൽ, പിന്നെ ദി ബി സ്കോർ ഓഫ് എ സിൽവർ പാന്തർ, അത് മാത്രമല്ല ദി ക്ലോസ് ഓഫ് എ ടൈറ്റൻ ബിയർ. ഇത് 3 അല്ലേ? ആൻഡ് ഇത് 3 പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പ്രൂവ് ചെയ്യുമെന്നാണ് നീ പറഞ്ഞത്. അതും സിൽവി എൻ്റെ ഉള്ളിൽ വെച്ച് തന്നിട്ടുള്ളത്. ആൻഡ് ഇത് 3 കൂടാതെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഇതെല്ലാം ചെയ്യുന്നിടത്ത് നിന്റെ കൂടെ ഇതും കാണണം. ഇത് ഫുൾ ടൈം നീ വെയർ ചെയ്തിരിക്കണം. അതുമാത്രമല്ല നീ കളക്ട് ചെയ്ത് കഴിഞ്ഞ് ആ ബെല്ല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്നെ അറിയിച്ചോളൂ. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇതെല്ലാം കറക്റ്റ് ഓർഡറിൽ തന്നെ നീ ചെയ്യാനായിട്ട് നോക്കണം. അല്ല, നിനക്കറിയാലോ ഇതിനെപ്പറ്റി എനിക്ക് കുറേ ഡൗട്ട് ഉണ്ടെന്ന്. നീ സത്യം പറഞ്ഞാൽ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്? പക്ഷേ അവനൊന്നും മിണ്ടാതെ അവിടുന്ന് പോവുകയും ചെയ്യും. തന്നെ ഒരു വഴിയില്ലാതെ നേരെ മുന്നിലേക്ക് നടക്കും. എന്നിട്ട് പറയുകയും ചെയ്യും, എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊരു ട്രെയിനിങ് ആണെന്നും പറഞ്ഞിട്ട് അവൻ നേരെ ആ ഒരു ക്ലിഫിൻ്റെ താഴത്തേക്ക് ചാടിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. ഗൈസ്, റിയലി സോറി, നമ്മളിന്ന് ഒരു ചാപ്റ്റർ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകേണ്ട ധൃതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തത് വീഡിയോ ഇടേണ്ടതാണ്. പിന്നോർത്ത് എന്തായാലും ഒരു ചാപ്റ്ററെങ്കിലും മിനിമം ഇട്ടേക്കാന്ന് പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നാളെ തന്നെ അടുത്ത വീഡിയോ എഴുതുന്നുണ്ട്. അത് മിസ്സാക്കിയിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.